ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ പങ്കെടുത്ത ഒരു കേക്ക് മത്സരത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന സ്ട്രോബെറി കേക്കാണ് ഞാൻ ഇതിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ കേക്കിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യത്തിന് വേണ്ട ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വനില എസൻസ് എന്നിവ ഉപയോഗിക്കാം. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി വാങ്ങി ക്രഷ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രീമിനകത്ത് ബീറ്റ്റൂട്ട് വേവിച്ചരച്ചതും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തു. ഓരോരുത്തരും അവരുടെ രീതിക്കനുസരിച്ച് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കളർ ചേർക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഫോണ്ടൻ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരു മത്സരാർത്ഥി മാത്രം ബാർബി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് അധിക പേരും ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ട് പങ്കെടുത്ത കേക്ക് മത്സരമാണ്. എന്തായാലും ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്റ്റാളും എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ലാസ്റ്റിൽ പറയാം. പിന്നെ കേക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ കാരണം ഒരു ടേൺ ടേബിൾ പോലും എടുത്തിരുന്നില്ല. ചിലരൊക്കെ നന്നായിട്ട് തന്നെ കേക്ക് പ്രസൻറ്റ് ചെയ്തു. ഇത് ക്യാരറ്റ് കേക്കും പൈനാപ്പിൾ കേക്കുമാണ്. അപ്പോൾ അവർ ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുടുംബശ്രീയുടെ പെൺപെരുമ എന്ന ഒരു പരിപാടിയാണ്. 5 ദിവസത്തെ പരിപാടിയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഓരോ ദിവസം ഓരോ മത്സരവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുണ്ടാക്കിയ സാധനങ്ങൾ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് വിൽപ്പന നടത്താനുള്ള സ്റ്റാളും അവർ ഒരുക്കിയിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റാൾ ഞങ്ങളും എടുത്തിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ സ്നാക്സും കുറച്ച് കേക്കുകളും ജ്യൂസും ഒക്കെ വെച്ച് 5 ദിവസം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്